പ്രെയർ കഴിഞ്ഞായിരുന്നോ? എനിക്ക് ജോയിൻ ആവാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രെയർ ചെല്ലട്ടെ? മാം ഇതുവരെ വന്നില്ല കേട്ടോ. മാം വന്നിട്ട് പറയാം. ഓക്കെ. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം, കഴിഞ്ഞില്ല. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? പ്ലീസ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരകുല ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടി കാണാൻ ഒരു മതം ഒരു ദൈവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. പണ്ടത്തെ സ്കൂൾ കാലഘട്ടങ്ങൾ ഓർമ്മ വരും അല്ലേ? യെസ് പ്ലീസ്. ഓക്കെ, ഇനി എന്താ സൈൻ ഇൻ ഉണ്ടോ? തൊട്ടുപോതിരയുണ്ടോ? Yes, ma'am. Good afternoon, everyone. I am so happy to see all my friends and our respected ma'am here today. It's a lovely afternoon and we are ready to learn new things and have fun together. In our Montessori class, we explore, create and learn by doing things ourselves. Let's start our afternoon class with smile and positive energy. Thank you. Today thought, you must be the change you wish to see in the world. Mahatma Gandhi. I thought, you must be the change you wish to see in the world. Thank you. ഒന്നും കേട്ടില്ല മാം. തോട്ട് ഞാൻ വെച്ച് എനിക്ക് ഇവിടെ എന്തോ പ്രശ്നമാണ്. പാർവതി മഹാത്മാഗാന്ധിയുടെ കോട്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറയാമോ? കേൾക്കാത്തോ? Today thought, you must be the change
you wish to see in the world. Mahatma Gandhi. You must be the change you wish to see in the world. കേട്ടോ മാം? ഹലോ. കേട്ടു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്? Improving health education, ma'am. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ തന്നെയാണ് അല്ലേ? Unit 2. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? Yes, ma'am. 2 റെക്കോർഡ് തന്നിട്ടുണ്ട്. അത് ഒന്നാവുമ്പോഴേക്കും നമുക്ക് അടുത്തേക്ക് പോവാം. സോ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണോ, എന്തായിരുന്നു? The role of school in health education പേജ് ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അസൈൻമെന്റും കൂടെ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റി തന്ന് നിർത്തുമായിരുന്നു. ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. റിലേറ്റഡ് വിത്ത് എനിത്തിങ്, നോ പ്രോബ്ലം. മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ആ കലണ്ടർ ചെയ്യുന്നത് പറഞ്ഞില്ലായിരുന്നോ? കലണ്ടറേ, അതാണെങ്കിൽ ഞാൻ ചെയ്തത് ഈ വർഷത്തെ 2025 ഞാൻ ചെയ്തത്. അത് എന്തായാലും കുഴപ്പമുണ്ടോ? ഞാൻ ഫുൾ അങ്ങ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, വർഷം തീരാറേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. മാം, അത് ഒറ്റ പേജിലായിട്ട് ചെയ്യാൻ പറ്റുമോ? 12 മന്തും കൂടെ? അയ്യോ, അതിപ്പോ ഭയങ്കര ചെറുതായി പോലെ. ഓക്കെ, അത് സംശയം ചോദിച്ചു. ഞാൻ ഒരു പേജിൽ ഒരു മന്ത് ആയിരുന്നു ചെയ്തത്, ചിലര് 2 മന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും കലണ്ടർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നല്ല നീളം ഉണ്ടല്ലേ. നമ്മുടെ റെക്കോർഡ് ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ പേജിന്റെ അതിന്റെ സ്പേസ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ മാം, താങ്ക് യു. എന്തോ കലണ്ടർ വരയ്ക്കണോ അതോ പ്രിന്റ് എടുത്താൽ മതിയോ? കലണ്ടർ വരയ്ക്കണോ അതോ പ്രിന്റ് എടുത്താൽ മതിയെന്നോ? പ്രിന്റ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാനാണോ ഉദ്ദേശിച്ചേ? A4 ഷീറ്റില് ടിക്കും ഇതും ഒന്നിച്ച് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതില് നമ്മളുടെ ഈ തീമുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ കാണിക്കും? നമുക്കൊരു തീം ഉണ്ടല്ലോ, ചൈൽഡ് ലേബറിനും ചൈൽഡ് ബ്രീഡിംഗ്, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടും കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് അതിൽ തന്നെ ഫോട്ടോയും ഇതും വന്നിട്ട് ഫോട്ടോ അങ്ങനെ അങ്ങനെ മതി, കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ, നമ്മൾ ഫസ്റ്റ് റെക്കോർഡിൽ പസിൽസ് ഒക്കെ എഴുതുമ്പോഴേ അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും വേണോ? ക്വസ്റ്റ്യൻ മാത്രം മതിയോ? ഫസ്റ്റ് റെക്കോർഡില് ക്വസ്റ്റ്യനും ആൻസറും വേണം. ദാറ്റ്സ് മൈ കളക്ഷൻ ബുക്ക് അല്ലേ? മറ്റേത് ആക്ടിവിറ്റി ബുക്കാണ്, അതിൽ നമ്മൾ ആൻസർ വേണ്ട. 4ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞ രണ്ടാമത് നിങ്ങൾക്ക് തന്നത് കിഡ്സ് ആൻഡ് അതർ പസിൽസ് അതർ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞ രണ്ടാമത് തന്ന റെക്കോർഡ് ബുക്കില് അതിനകത്ത് ആൻസർ വേണ്ട. പക്ഷെ ഫസ്റ്റ് വൺ നമ്മൾ വിത്ത് ആൻസർ ആണ് എല്ലാം ചെയ്യുന്നത്. നമ്മളെല്ലാം കളക്ട് ചെയ്യുവാണ്, എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യും. എവിടെയായിരുന്നു? ഇനി പേഴ്സണൽ ഹൈജീൻ വായിക്കണം. ഇതാണ് ലാസ്റ്റ് ആ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ അല്ലെ, പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ തുടങ്ങുന്നിടത്ത് 2 പാരഗ്രാഫ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സ്. ഈ 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കണം. Personal hygiene. The human body can provide place for disease-causing germs and parasites to grow and reproduce. This place includes the skin and in and around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body.
Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habit in children. സോ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ നമ്മൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടില്, പിന്നെ സറൗണ്ടിങ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഹൈജീനിക് ആണെങ്കിൽ നമ്മുടെ വേ ഓഫ് ലൈഫ് അതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന അസുഖങ്ങളൊന്നും സ്പ്രെഡ് ആകാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ജേംസിനൊക്കെ പറ്റിയ നല്ലൊരു താമസ സ്ഥലം തന്നെയാണ് അല്ലെ. നമ്മൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഈ ജേംസ് ആൻഡ് പാരസൈറ്റ്സ് നമുക്കറിയാം. നമുക്ക് മരങ്ങളിലുണ്ട് അതുപോലെ തിൽക്കണ്ണികൾ എന്ന് പറയും അല്ലെ. അവരൊരു ഹോസ്റ്റ് ആയിട്ട് വരും, ഒരു ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് കയറിയിട്ട് ആ ഹോസ്റ്റിൽ നിന്ന് മാക്സിമം ന്യൂട്രിയൻസിനെ അവർ വലിച്ചെടുക്കും. അപ്പൊ അങ്ങനെ പാരസൈറ്റ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മളുടെ ശരീരത്തിൽ പിടിക്കില്ല. കാരണം മുഴുവനും എടുക്കുന്നത് ഈ പാരസൈറ്റ്സ് ആയിരിക്കും. അവരവിടെ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ചില ആളുകൾ ചോദിക്കില്ലേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ. കാരണം അതൊന്നും പറഞ്ഞൊരു പാരസൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ബോഡി നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പുറത്ത് പോയിട്ട് വരുമ്പോ, കളിച്ചിട്ട് വരുമ്പോ പെട്ടെന്ന് തന്നെ കുളിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു മരിച്ച ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കണം, കുളിച്ച് ദേഹശുദ്ധി വരുത്തി ഡ്രസ്സും അങ്ങനെ മുക്കി കഴുകണം, എന്നിട്ട് വീട്ടിൽ കയറണം എന്നൊക്കെ പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു. അതൊരു ബിലീഫോ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. ശരിക്കും ആ ഒരു പേഴ്സണൽ ഹൈജീൻ. കാരണം ഒരു മരണ വീട്ടിൽ പോകുന്നു പറയുമ്പോൾ അവിടെ ഒരു മരിച്ച ഒരു ബോഡി ആയിരിക്കും, ഒരു ഡെഡ് ബോഡിയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോഡി ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്, പിന്നെ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ഒരു നിശ്ചലം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അണുക്കൾക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ബോഡിയിലേക്ക്. ഫുൾ ഈ ബോഡി ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ അപകടകാരികളായ അണുക്കൾ ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിയുമ്പോൾ എല്ലാവരും ദേഹശുദ്ധി വരുത്തുന്നത് പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ അന്ധവിശ്വാസങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ പറയും, ഒരു മരണ വീട് എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ നമ്മൾ വന്ന് ആ വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെയും ആ ചടങ്ങുകൾ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരും തന്നെ ദേഹശുദ്ധി വരുത്തും. ആ വീടും അവര് ഹൈജീനിക് ആക്കി മാറ്റും അല്ലെ. സാനിറ്റൈസേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലീൻ ആക്കുക ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ മൂക്ക്, ചെവി, വായിലൂടെ ഒക്കെ ഇതുപോലെ അണുക്കൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കയറാൻ ചാൻസ് ഉണ്ട് ഇഫ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ശരിയായ രീതിയിൽ ആ ഹാബിറ്റ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഗുഡ് പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രൂമിങ്, നമ്മുടെ എക്സ്റ്റേണൽ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക ആണ് ഗ്രൂമിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആണ്, വേറൊരാളുടെ പേഴ്സണൽ ഹൈജീൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടികളെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ പ്രായമായ സ്വയം ചെയ്യാൻ പറ്റാത്തവരുടെ അവരുടെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കെയർ ഗീവേഴ്സ് ഉണ്ടാവും. അല്ലാതുള്ളവര് അവനവന്റെ പേഴ്സണൽ ഹൈജീൻ അവനവന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ ഹാബിറ്റ്സ്, സ്റ്റാൻഡേർഡ്സ് അതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീന്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ കണ്ടിട്ടായിരിക്കും കുട്ടികളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരിലേക്ക് ഈ ഒരു കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഗുഡ് ഹെൽത്തിന്റെ ഒരു പ്രൊമോഷനാണ്. ഗുഡ് ഹെൽത്ത് അത് നമ്മൾ ഫോളോ ചെയ്യണം. ആ രീതിയിലുള്ള ഒരു പ്രൊമോഷന് നമ്മുടെ ബോഡി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ്. ഗുഡ് പേഴ്സണൽ ഹൈജീൻ വളരെ നെസസറി ആണ്. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമ്മൾക്ക് ഈ ഹാബിറ്റ്സ്
കുട്ടികളിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. അവർക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവരിൽ ഈ ഹാബിറ്റ്സ് ചെറുപ്പം തുടങ്ങി നമുക്ക് വളർത്താനായിട്ട് പറ്റും. നിങ്ങൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്ന വേറെ 2 റെക്കോർഡ് ഉണ്ട്. ഒന്നില് റൈംസ് ആണ് എഴുതേണ്ടത്, രണ്ടാമത്തേല് സ്റ്റോറീസ് ആണ് എഴുതുന്നത്. അപ്പൊ ഈ റൈം ഓരോന്നിനും ഓരോ തീം കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈംസ് എഴുതുന്നത് തന്നെയാണെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് റൈംസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു റൈമിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങിലൂടെ കുട്ടികളിലേക്ക് നമ്മൾ ആ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് കൊടുക്കുവാണല്ലേ, ഹെൽത്തി ഹാബിറ്റ്സ് അതിന്റെ ഒരു റൈം ആവുമ്പോൾ. അങ്ങനെ അതുപോലെ ഏതെങ്കിലും മോറൽ സ്റ്റോറി, ഇങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ അപ്പൊ കുഞ്ഞുങ്ങളിലേക്ക് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും അത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെ ആക്ഷൻസിലൂടെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അവരെ ഏതെങ്കിലും റോൾ പ്ലേ, ഈ ഒരു ഹെൽത്തിനെ ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ പെട്ടെന്ന് ഈ അവയർനെസ് അവരുടെ അകത്തേക്ക് കയറും. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്തി ഹാബിറ്റ്സ് അതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ 6 പോയിന്റ്സ് ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും ഒരാൾ വായിക്കാം, അത് കഴിയുമ്പോൾ നെക്സ്റ്റ് 3 പോയിന്റ്സ് ആ ഒരു രീതിയിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. രണ്ടുപേര് വന്നല്ലോ, രണ്ടുപേരും 6 പോയിന്റ്സിൽ 3 ആയിട്ട് വായിച്ചോളൂ. ആരൊക്കെയും കണ്ടില്ല, ഞാൻ സ്ക്രോൾ ചെയ്യാൻ പോയതുകൊണ്ട്. ഞാൻ വായിച്ചോട്ടെ അതോ ആ കുട്ടി വായിച്ചോട്ടെ? ഏത് കുട്ടിയാ? ആരായിരുന്നു? ഞാനായിരുന്നു പ്രസീത തന്നെയല്ലേ? ആ പ്രസീത മഞ്ജു 6 പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സ് മഞ്ജു വായിക്കുക, 3 പോയിന്റ്സ് പ്രസീത വായിച്ചു. ആരാദ്യം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. മഞ്ജു വായിച്ചോളൂ. Okay. Habit of clean lines. Habit once formed become a part of the personality of the child. So they must learn good habits from the period of being young. The teachers show clean and tidy that itself affect the habits of the students. Clean of the clean body skin. If the surface is not kept clean, it will not be able to check the influence to germs. So teachers should highlight the significance of a clean body, skin and the outer surface of the body. Third point, neatness of hair, nails, finger and teeth. This part of our body should be maintained clean by washing, combing, cutting and brushing whenever required. Okay. Okay, so first one, habits of cleanliness. വൃത്തി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ, ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്. നമുക്കറിയാം ഹാബിറ്റ് വൺസ് ഫോംഡ് അത് ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അത് ഗുഡ് ഹാബിറ്റ് ആണെങ്കിലും ബാഡ് ഹാബിറ്റ് ആണെങ്കിലും. സോ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ, അത് കാണാറുണ്ട് പല ആളുകളിലും. അപ്പൊ ഗുഡ് ഹാബിറ്റ്സ് ആണ് ഇങ്ങനെ കുട്ടികളിൽ ചെറുപ്പം തുടങ്ങിയേ ഫോം ചെയ്യുന്നെങ്കിൽ അത് ത്രൂ ഔട്ട് ദെയർ ലൈഫിലുണ്ടായിരിക്കും. എനിക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നെയിൽ ബൈറ്റിംഗ്. അദ്ദേഹം ഇപ്പൊ ഒരു 85 വയസ്സിന് മുകളിലായി. സ്റ്റിൽ നൗ ഹീസ് ഹാവ് ദാറ്റ് ഹാബിറ്റ്. ഇപ്പോഴും ആ ഒരു നെയിൽ ബൈറ്റിംഗ് ഉണ്ട്. അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വളരെ ഹൈ പൊസിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തോ ആയിട്ട് റിട്ടയർ ആയ ആളാണ്. ആ ഒരു ഹാബിറ്റ് അദ്ദേഹത്തിൽ നിന്ന് മാറിയിട്ടേ ഇല്ല, ആ ഒരു നെയിൽ ബൈറ്റിംഗ്. അപ്പൊ മനസ്സിലായില്ലേ, ഹാബിറ്റ്സ് വൺസ് ഫോംഡ് ബിക്കം എ പാർട്ട് ഓഫ് ദ പേഴ്സൺ. ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറുവാണ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുഞ്ഞുങ്ങളിൽ നമുക്ക് കുട്ടികളിൽ ഈ ഹാബിറ്റ്സ് വരാൻ അതിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ തന്നെയാണ്. അവർ ജീവിക്കുന്ന സറൗണ്ടിങ്സും അവരിടപഴകുന്ന ആളുകളും തന്നെയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സറൗണ്ടിങ്സിന്റെ പ്രശ്നങ്ങൾ കാരണമോ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കാരണമാണ് പല ഹാബിറ്റ്സും കുട്ടികളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ
അവരുടെ പേഴ്സണാലിറ്റി അത് കൂടുതൽ ഷാർപ്പൺ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇവര് ഗുഡ് ഹാബിറ്റ്സ് ലേൺ ചെയ്യണം ഫ്രം ദ പീരീഡ് ഓഫ് ബീയിങ് യങ്. ചെറുപ്പം തുടങ്ങി ആ ഒരു ഗുഡ് ഹാബിറ്റ്സ് അവർക്ക് ടീച്ചേഴ്സും, ഒരു ടീച്ചേഴ്സിനെ റോൾ മോഡൽ ആക്കും. അപ്പൊ ടീച്ചേഴ്സും ഇതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ടൈഡി. ഇപ്പോ കുട്ടികളുമായിട്ട് പുറത്തു പോകുന്നു എന്ന് വിചാരിക്കാം, ട്രിപ്പിന് പോകുന്നു ടീച്ചേഴ്സ്, ബസ്സിൽ ഇരുന്നിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരിക്കുമല്ലോ. ബസ്സിൽ താഴെ വീഴാം അതിന്റെ കുറച്ച് ഭാഗങ്ങള്, പിന്നെ അല്ലെങ്കിൽ അതിന്റെ കവർ ഉണ്ടാവും, ആ കവറ് ചിലപ്പോ ടീച്ചർ തന്നെ ജനലിലൂടെ പുറത്തേക്ക് എറിയുവാണെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു റോങ് മെസ്സേജ് അല്ലേ, ടീച്ചർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ആയി പോകും. അതുകൊണ്ട് ടീച്ചേഴ്സ് ഒരു റോൾ മോഡലിനെ പോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. നെക്സ്റ്റ് ക്ലീൻ ബോഡി സ്കിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണുക്കൾക്ക് വസിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ, നമ്മുടെ ബോഡിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സ്കിന്നാണല്ലോ, പുറമേ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നാണ് കൂടുതലും. അപ്പൊ ആ സ്കിൻ നല്ല ക്ലീൻ ആക്കി വെക്കും. സർഫസ് നല്ല ക്ലീൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അണുക്കള് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ക്ലീൻ ബോഡി സ്കിൻ, അതുപോലെ തന്നെ ബോഡിയുടെ ഔട്ടർ സർഫസ്. അതുകൊണ്ടാണ് നമ്മൾ നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ടൈറ്റി ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത് അല്ലെ. നമുക്ക് ഇതുപോലെ അണുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ സൺലൈറ്റ്, ചില സമയങ്ങളിലെ സൺലൈറ്റ് നമുക്ക് ഹാംഫുൾ ആണ്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും, മഴ, എല്ലാത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സ്. ഒരു പ്രൊട്ടക്ഷൻ ആണ്, നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കവർ പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്. കാര്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം സ്കിന്നിന് വല്ലാതെ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, സൺബേൺ ഉണ്ടാകും, ചിലർക്ക് പല അലർജി ഒക്കെ പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും അല്ലെ, നല്ല സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി സ്കിൻ നല്ല ക്ലീൻ ആയിരിക്കും. ഇനി നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽസ്, ഫിംഗർ ആൻഡ് ടീത്ത്. ക്ലീൻ ചെയ്യേണ്ടത് 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്. പിന്നെ മുടി നല്ലപോലെ കോംപ് ചെയ്ത് ട്രിം ചെയ്യേണ്ടതാണെങ്കിൽ ട്രിം ചെയ്ത്, കുട്ടികളൊക്കെ ആകുമ്പോൾ കൂടുതലും ഷോർട്ട് ഹെയർ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണിലേക്ക് വീഴും, അവർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും പലപ്പോഴും മുടി അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നല്ല നീറ്റ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നീറ്റായിട്ട് കോംപ് ചെയ്ത് ഒക്കെ വെച്ച് കൊടുത്തു വിടണം. പിന്നെ നഖം വെട്ടണം, പിന്നെ ഫിംഗർ, വിരലുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നല്ല നീറ്റായിട്ട് വെക്കണം. അതുപോലെ തന്നെ പല്ലിന്റെ കാര്യത്തില് ടീത്ത്, ഇതെല്ലാം ബോഡിയിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത്, മുടിയാണെങ്കിൽ കോംപ് ചെയ്ത്, മുടി ട്രിം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ട്രിം ചെയ്ത്, നെയിൽസ് കട്ട് ചെയ്ത്, ആവശ്യത്തിന് സമയത്തൊക്കെ ബ്രഷ് ചെയ്യേണ്ട സമയത്തൊക്കെ ബ്രഷ് ചെയ്ത്, അങ്ങനെ രീതിയിൽ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അടുത്ത 3 പോയിന്റ്സ് പ്രസിദ്ധി ലൈൻ വായിക്കും. Ears, eyes, nose, and throat. Ears, being one of the most important organs of the body, should be cared for, and any defect or injury in the ears should be immediately brought to the notice of a doctor. Eyes should be washed regularly with clean water. In the same way, the nose and throat are also to be kept clean. Throat is joined with nose, ears, and mouth. Clothing. One puts on different types of clothes according to various seasons. Those should be clean and neat. The undergarments which are close to the body should also be kept clean and tidy. Habit of using handkerchief. We have to develop the habit of using handkerchiefs in the children. They can use it while they are sneezing, coughing, yawing, etc. Health education helps a person to keep his body healthy and keep himself free from illness. The health of each individual is very required to build a healthy community. സോ ലാസ്റ്റ് 3 പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ കുറച്ചു മുമ്പ് ഹെയർ, നെയിൽസ്, ഫിംഗർ, ടീത്തിന്റെ ഒക്കെ ക്ലീനിങ്ങിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇയർ, ഐസ്, നോസ് ആൻഡ് ത്രോട്ട് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളാണ്. വളരെ പെട്ടെന്ന് അണുക്കൾ അകത്തേക്ക് കടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് അല്ലെ. അതുകൊണ്ടാണ് ആൾക്കാർ ഈ ക്രൗഡിലേക്കൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും വല്ല ഡസ്റ്റ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആകുമ്പോഴേക്കും നമ്മൾ ഹാൻഡ് കർച്ചീഫ് വെച്ച് നമ്മളിങ്ങനെ മൂക്കും വായും കൂടെ നമ്മൾ പൊത്തിക്കും.
ചെവിയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചെവിക്കുള്ളില് നാച്ചുറൽ ആയിട്ട് തന്നെ വാക്സ് ഉണ്ട്. ആ വരുന്നത് ആ വാക്സ് അതൊരു എന്താ പറയാ ഓയിലി പോലത്തെ ഇതാണല്ലോ, കുറച്ച് തിക്കായിട്ട് വിസ്കസ് ആയിട്ടുള്ളതാണല്ലോ, അതിലേക്ക് ഇതൊക്കെ പറ്റും. അതെന്നിട്ട് നമ്മളുടെ ഈ ജോയിന്റെ മൂവ്മെന്റ് വരുമ്പോഴേക്കും അതൊക്കെ പുറത്തേക്ക് പോകും എന്നാണ്, നാച്ചുറൽ ആയിട്ട് തന്നെ പുറത്തേക്ക് പോകും. പിന്നെ അങ്ങനെ അല്ലാത്തതാണ് നമ്മൾ ഡോക്ടറെ കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഡോക്ടറെ കണ്ട് അവര് ക്ലീൻ ചെയ്ത് തരുന്നത്. ഓക്കെ. ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ത്രോട്ട്. പുറത്തു പോയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ കണ്ണ് നല്ലപോലെ മുഖം കഴുകൂലേ, കണ്ണില് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് നമ്മൾ കഴുകുക, എന്തെങ്കിലും പൊടിയൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. ചെവി വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്, നമ്മുടെ ബോഡിയുടെ ഇമ്പോർട്ടന്റ് ഒരു ഓർഗൻ ആണ്. ഷുഡ് ബി കെയർഡ് ഫോർ ആൻഡ് എനി ഡിഫക്ട് ഓർ ഇഞ്ചുറി ഇൻ ദ ഇയേഴ്സ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ഡോക്ടർ. അല്ലെ, ചെവിയിൽ പെട്ടെന്ന് എന്തെങ്കിലും കുട്ടികൾ വല്ലതൊക്കെ ഇങ്ങനെ കടത്താറൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ വരാം. ഐസ് ഷുഡ് ബി വാഷ്ഡ് റെഗുലർലി വിത്ത് ക്ലീൻ വാട്ടർ. വെള്ളം വെച്ച് നല്ലതുപോലെ കഴുകണം, കാരണം ഐസ് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സെയിം വേ നോസും ത്രോട്ടും നമ്മൾ ക്ലീൻ ആക്കി തന്നെ വെക്കണം. ഇതെല്ലാം ജോയിന്റ് ആണ്, നോസ്, ഇയേഴ്സ് ഒക്കെ ആയിട്ട് മൗത്ത് ഒക്കെ ആയിട്ട് ജോയിന്റ് ആണ്. സോ അത് ക്ലീൻ ആക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഈ ഐസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് ഇപ്പൊ കണ്ണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ണടച്ചു വെച്ചിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ പതുക്കെ കണ്ണ് അടച്ച് ഇങ്ങനെ പതുക്കെ മയക്കത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് അല്ലെ. ഞാൻ ഒരു ദിവസം എറണാകുളത്ത് പോയിട്ട് ബസ്സിൽ തിരിച്ച് പറവൂർക്ക് വരികയായിരുന്നു. നല്ല സ്പീഡിൽ ബസ് പോവുകയാണല്ലോ, സ്പെക്സ് ഒന്നും വെച്ചിട്ടില്ല ആ സമയത്ത്. വായിക്കുന്ന സമയത്തും അതറിയാൻ സ്പെക്സ് വെക്കാറില്ല, ക്ലാസ്സിലൊക്കെ പോകും. പെട്ടെന്ന് എന്റെ കണ്ണിലേക്ക് എന്തോ വന്ന് കൊണ്ടു. എനിക്ക് എന്താന്ന് മനസ്സിലാവില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണടയ്ക്കാനും പറ്റുന്നില്ല, തുറക്കാനും പറ്റാത്ത ഒരവസ്ഥ. വീടെത്താറായി, ഏകദേശം ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക. കണ്ണ് തിരുമാൻ പാടില്ല എന്ന് പറയാറുള്ളത് കാരണം ഞാൻ തിരുമിയില്ല, പക്ഷെ ആ ടെൻഡൻസി ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്, കണ്ണ് ഈ ഒരു കണ്ണിലാട്ടോ എനിക്ക് അതെന്തോ വന്നത്. 2 കണ്ണും കൂടെ അടച്ചു വെച്ചിട്ട് ഈ കണ്ണിന്റെ മറ്റേ നമ്മുടെ ഐബോള് വരുന്ന ഭാഗമാണല്ലോ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, അതിലിങ്ങനെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റേത് മൂവ് ആയിക്കൊള്ളുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടും എനിക്ക് ഒരു രക്ഷയില്ല. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഈവനിങ് ടൈം അങ്ങനെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറേ വെള്ളം വെച്ച് കഴുകി, പക്ഷെ എനിക്ക് ഈ അസ്വസ്ഥത മാറുന്നില്ല. എനിക്ക് എന്താ സംഭവിച്ചേക്കണേന്ന് മനസ്സിലാകുന്നില്ല. കണ്ണിലേക്ക് നോക്കുമ്പോ എന്തോ ഒന്നും കണ്ണിൽ ഇങ്ങനെ ഇരിക്കണ പോലെ കണ്ണാടിയിൽ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ കണ്ണിന് എന്തോ ബുദ്ധിമുട്ട്, എന്തോ എന്റെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ അടിച്ചു, പൊടിയാണോ എന്താന്ന് അറിയില്ല. ഹസ്ബൻഡ് നോക്കിയിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, ഒരു ഉറുമ്പാണത്. അതെന്റെ കണ്ണിന്റെ നമ്മുടെ വൈറ്റ് പാർട്ടില്ലേ അവിടെ ഇരിക്കും ആ ഉറുമ്പ്. ഞാൻ വെള്ളം കൊണ്ട് കഴുകിയിട്ടൊന്നും അത് പോകുന്നില്ല. മിക്കവാറും ചത്തു പോയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ആ ഒരു രാത്രി എങ്ങനെയോ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഉറുമ്പ് ചത്തു, പക്ഷെ അതിങ്ങനെ വന്ന് ഇങ്ങനെ കേറിയ സമയത്ത് ഇങ്ങനെ അതിങ്ങനെ കടിക്കുമല്ലോ ഉറുമ്പ്, അങ്ങനെ ലോക്ക് പോലെ ആയതിരിക്കുവന്നു വൈറ്റ് പാർട്ടില്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറുടെ മരുന്ന് ഒഴിച്ചിട്ട് ഈ ടീസർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. ആ ഒരു ചെറിയ ജീവിയെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് വന്ന് ഞാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടായിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഉറുമ്പിനെ എടുക്കുന്ന 500 രൂപ എനിക്ക് ചെലവായി ശരിക്കും. അപ്പൊ അത് നമുക്ക് പക്ഷെ ആളുകൾ കണ്ടിട്ടില്ലേ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അവര് നടക്കുള്ളൂ. നമ്മൾ വിചാരിക്കുമോ ഭയങ്കര സ്റ്റൈൽ എന്നൊക്കെ വിചാരിക്കും. ശരിക്കും കണ്ണിനുള്ളൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. വെയിൽ കൊണ്ടാലും കണ്ണിന് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ കണ്ണ് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം. നല്ലൊരു സൺഗ്ലാസ് വെച്ച് പുറത്തിറങ്ങുന്നത് തന്നെ നല്ലതെന്ന് തോന്നി. ഇതുപോലെ പ്രാണിയും കയറില്ല, പിന്നെ വെയിൽ കൊണ്ടുള്ള കണ്ണ് ഡ്രൈ ആവുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാം. ഇതിന് ത്രോട്ടും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിഷ് കഴിക്കുന്ന ഒരാളാണ്. കൊറോണ അങ്ങനെ കുറഞ്ഞൊക്കെ വന്ന സമയം ഞാൻ ഓൺലൈനായിട്ട് മാത്സിന്റെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഷാർജയിലാണ്. അപ്പൊ അത് കൂടാതെ ഒരു ആപ്പിലും മാത്സിന്റെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ആപ്പിലെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിക്ക് അവരുടെ ഷാർജ ടൈം ഒക്കെ വെച്ചിട്ട് ഈവനിങ് ഒരു 3:30 നമ്മുടെ ടൈമിലായിരുന്നു ക്ലാസ്. അപ്പൊ എനിക്ക് 2:30-3 മണി വരെയും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ 3:30ക്ക് ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കണുള്ളൂ. നമ്മളിപ്പോ 3 മണി വരെയും ക്ലാസ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതാണ് ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ നിന്ന് അറിയാൻ ധൃതി പിടിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു,
ധൃതി പിടിച്ച് കഴിച്ചു. ഒരു മുള്ള എന്റെ ഇവിടെ കൊണ്ടു, ഈ ഒരു ഭാഗത്തായിട്ട് മുള്ളു കൊണ്ടത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ സാധാരണ മുള്ളു കൊള്ളുമ്പോ നമ്മൾ എന്താ ചെയ്യാ, വെള്ളം കുടിക്കും, ചോറ് ഇങ്ങനെ ഉരുട്ടി വിഴുങ്ങും, പഴം കഴിക്കും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി ക്ലാസ്സിൽ കയറും. ഞാൻ വിചാരിച്ചു അത് പോയിട്ടുണ്ടാകും, കാരണം മുള്ളു കൊണ്ട് കഴിയുമ്പോ ഒരു മുറിവ് പോലെ വരും കേട്ടോ, അതായിരിക്കും ഇങ്ങനെ ഇറക്കുമ്പോ തോന്നണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ വാ തുറന്നതും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ വേഗം ഞാൻ ഇങ്ങനെ പോയി വിളിച്ചു, ഈ കുട്ടിയോട് ആംഗ്യം കാണിച്ചു, 1 മിനിറ്റ് എന്ന് പറഞ്ഞ ആംഗ്യം കാണിച്ചിട്ട് മോളെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നീ ആ കുട്ടിയോട് പറയൂ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ അവള് പോയി പറഞ്ഞ് ക്ലാസ് എൻഡ് ചെയ്തു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഈ മുള്ളിന്റെ അസ്വസ്ഥത. ഫ്ലാറ്റ് ആയിട്ട് കിടക്കുമ്പോ പ്രശ്നമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ പറവൂരുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നു. ഒരിടത്ത് ENT ഇല്ലാത്തതാണ്, അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരിടത്ത് ENT പോയി, കാഷ്വാലിറ്റിയുടെ ഡോക്ടർക്ക് നോക്കാൻ പറ്റില്ല, പക്ഷെ അവര് നോക്കിയിട്ട് കണ്ടു മുള്ള അവിടെ ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ പോയി ഇവിടെ അടുത്തൊരു ചാലാക്കിയ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് അവിടെ ENT ഉണ്ടായിരുന്നു. ആ നൈറ്റ് സമയത്ത് അവരവിടുത്തെ റെസിഡന്റ് ഡോക്ടർ എന്തോ ആയിരുന്നു. അങ്ങനെ ചെറിയൊരു ഡോക്ടർ കേട്ടോ, കൊച്ചു ഡോക്ടർ. അപ്പൊ അതിനു മുമ്പ് ഒരാൾ പറഞ്ഞു എക്സ്റേ എടുത്ത് ഇവിടെ കീറിയിട്ടൊക്കെ അത് എടുക്കേണ്ടവരെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്ന് നോക്കി, ജസ്റ്റ് ഒരു ടോർച്ച് അടിച്ച് നോക്കി. എന്നിട്ട് ഒരു ടീസർ കടത്തിയിട്ട് ആ മുള്ളെടുത്തു. ഇങ്ങനെ എന്താ പറയാ, ഹോമ പോലെ ഇരിക്കുന്ന ഒരു വലിയ മുള്ളായിരുന്നു. അത് എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാൻ ആ ഡോക്ടറെ തൊഴുതു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നത്. അവിടെ പിന്നെ വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ ആകെ 80 രൂപയും കണ്ടേ ചിലവായി. പക്ഷെ കണ്ണിന് എനിക്ക് 500 രൂപ ചിലവായി. ഇതാണ് നമ്മൾക്ക് ഒരു സമയത്ത് ഞാൻ ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ചതായിരുന്നു എന്റെ പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവര് ഫിഷൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ആവുമ്പോഴേ നമ്മളിങ്ങനെ മുള്ളു മാറ്റി അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ അവര് നല്ല പ്രാക്ടീസ് ആകും, ആ ഒരു ഇതാകും. ഇപ്പൊ എന്റെ കാര്യത്തിൽ മുള്ളുകൊണ്ട് ഈ എന്റെ ഫ്രണ്ടിന് അതുപോലെ അയില കഴിച്ച് മുള്ളുകൊണ്ട് പറയായിരുന്നു 1000 rupees ചെലവായിരുന്നു മുള്ളെടുക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. മുള്ളു മാത്രല്ല, എനിക്ക് വേറൊരു സാധനം എനിക്കിങ്ങനെ ഉടക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബീൻസ് ഒക്കെ ഇങ്ങനെ നാരുണ്ടാവുമല്ലോ, ബീൻസിന്റെ തുമ്പത്തൊന്നും അറ്റത്തൊന്നും ഇങ്ങനെ നാര് പോലെ വരില്ലേ. ഇതിങ്ങനെ മെഴുക്ക് പുരട്ടി ചെയ്തപ്പോ ഇത്തിരി മൂത്ത ബീൻസ് ആയിരുന്നിരിക്കാം, ആ നാര് അറിയാതെ എങ്ങാണ്ട് ഈ ഇതിനകത്ത് പെട്ടുപോയി. കഴിച്ചപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ നാര് ഇവിടെ പോയി ഉടക്കി നിന്നു. അന്നും ഇതുപോലെ അത്രയും പ്രശ്നമില്ലെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ വെച്ച് ഞാൻ പതുക്കെ അവനെ എടുത്തു. ഇതൊക്കെ പറ്റാൻ സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇയേഴ്സ്, ഐസ്, നോസ്, ത്രോട്ട് എല്ലാം നമ്മൾ നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഇതെല്ലാം ജോയിന്റ് ആണ്. ഒന്നിന് പ്രശ്നം വരുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ അഫക്ട് ചെയ്യും. നെക്സ്റ്റ് ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സ്. നമ്മുടെ കുട്ടികൾക്കാകുമ്പോൾ അവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. അവരുടെ ഡ്രസ്സ് നല്ല ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. ഈവൻ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിഫോംസും നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് പറയാലോ, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാലോ. പിന്നെ ഭയങ്കര ടൈറ്റും ആയിരിക്കരുത്, ഭയങ്കര ലൂസും ആയിരിക്കരുത്. അണ്ടർ ഗാർമെന്റ്സ് എപ്പോഴും നമ്മുടെ ബോഡിയുമായിട്ട് വളരെ ക്ലോസ് ആണ്. അതെപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി, നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഓക്കെ, ഡ്രസ്സിങ്ങിന്റെ ക്ലോത്തിങ്ങിന്റെ കാര്യം സ്കൂളിലെ ഇപ്പൊ നല്ല ലൂസ് ആവരുത്, ടൈറ്റും ആവരുത്. ആ ഒരു രീതിയിൽ കുട്ടിയുടെ പാകത്തിന് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം. ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ട്രെയിനീസ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമല്ലോ ഏതെങ്കിലും സ്കൂളില്, അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നോ? ഒരു കുട്ടിയുടെ ലൂസ് ഡ്രസ്സ്, ചേട്ടന്റെ ഡ്രസ്സാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, അത് പറഞ്ഞിരുന്നല്ലോ അല്ലെ? ഓക്കെ, അത് അവരുടെ ഒരു റൈറ്റ്സ് ആണ് കുട്ടികളുടെ, അല്ലെ? ഡ്രസ്സ് അവരുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനുള്ള ഡ്രസ് റൈറ്റ്സ് ആണ്. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് എന്ന് പറയുന്നത്. ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ് അത് ശീലിപ്പിക്കുക. അതിൽ നമുക്ക് 3ാമത്തെ സെന്റൻസിൽ കഫിങ് കഴിഞ്ഞിട്ട് യോണിങ് ആണ് കേട്ടോ. YAWNING, W കഴിഞ്ഞൊരു എന്നും കൂടിയാണ് കോട്ടുവാ ഇടുന്നത്.
മൗത്ത് ഭയങ്കര വൈഡ് ആയിട്ട് ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് കോട്ട് വയറത്ത്. ആ സമയത്ത് ജെംസ് എൻട്രി ചെയ്യാണ് ചാൻസ്. നമ്മൾ കൈകൊണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അത് കവർ ചെയ്ത് പിടിക്കുക. ഹാബിറ്റ് ഓഫ് യൂസിങ് ഹാൻഡ് കർച്ചീഫ്, അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കോട്ടുവാ വരുമ്പോഴും ഇത് വെച്ച് ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ശരിക്കും ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ബോഡി ഹെൽത്തി ആയിരിക്കാനും ഇൽനെസ്സിൽ നിന്ന് അവരെ ഫ്രീ ആക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിന്റെയും ഹെൽത്ത് നല്ലൊരു ഒരു വീട്ടില് ഓരോരുത്തരും ഹെൽത്തി ആകുമ്പോൾ ഫാമിലി തന്നെ ഹെൽത്തി ആയി. അങ്ങനെ എല്ലാ ഫാമിലിയും അവരവരുടെ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി മുഴുവനും ഹെൽത്തി കമ്മ്യൂണിറ്റിയായി മാറും. നമുക്ക് ഇതുപോലുള്ള ഔട്ട്ബ്രേക്സ്, അസുഖങ്ങൾ ഉണ്ടാവുന്നില്ല, സ്പ്രെഡ് ആവുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ആളുകളല്ലേ മോർ ആക്റ്റീവ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ, റിസോഴ്സ്ഫുൾ ആകാൻ പറ്റുള്ളൂ. ഒരു സ്കൂളിലെ ടീച്ചറുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ടീച്ചർ ശരിയായ രീതിയിൽ ക്ലാസ്സിൽ വരാതിരിക്കുമ്പോൾ കുട്ടികൾക്ക് അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ ആരും ഇല്ലാണ്ടായി പോകില്ലേ. അതുപോലെ ഓരോ വ്യക്തിയും അവനവന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം. ഈ ഹെൽത്ത് ഫസ്റ്റ് യൂണിറ്റ് ഞാൻ തന്നെയല്ലേ എടുത്തേ, സെക്കൻഡ് യൂണിറ്റ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് അസൈൻമെന്റ് തരാൻ ഡിലേ മീൻസ് ക്ലാസ് റൂമിൽ വരാത്തതിന് കാരണം പ്രീവിയസ് ബാച്ചുകളുടെ കുറെ കറക്റ്റ് ചെയ്യാനുണ്ട്. അവരുടെ ഒരുവിധം ഒന്ന് ഒതുങ്ങിയ ശേഷം നിങ്ങൾക്ക് തരാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെയും ക്ലാസ്സിൽ പറഞ്ഞ അസൈൻമെന്റ് ഏതൊക്കെയാന്ന് എന്നോടൊന്ന് പറയാം. വേരിയസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാം ഇത് പറഞ്ഞു കളക്ട് പിക്ചേഴ്സ് റിലേറ്റഡ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്സും പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസും ആ 2 അസൈൻമെന്റ് തന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റി ഒരു അസൈൻമെന്റ് തന്നായിരുന്നു. 3 അസൈൻമെന്റ് തന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വേരിയസ് ഏജൻസീസ് ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് അസൈൻമെന്റ് കേട്ടോ. ആക്ടിവിറ്റി ഇതാണ്, നിങ്ങൾ 10 ആളുകളെ മീറ്റ് ചെയ്യാം, സർവേ പോലെ കേട്ടോ. 10 ആളുകളെ മീറ്റ് ചെയ്യാം. 10 ആളുകൾ എന്ന് പറയുമ്പോൾ പല ലെവൽസ് ഓഫ് ലൈഫ് ഉള്ളവര്, അതായത് ഇപ്പോ വില്ലേജിലുള്ളവരാകാം, ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാകാം, ഇൻഡിപെൻഡന്റ് ഹൗസ് അങ്ങനെയുള്ളതാകാം. അതുപോലെ തന്നെ പല ഏജിലുള്ളവര്, യൂത്ത്, ടീനേജ്, ഹൗസ് വൈഫ്, വർക്കിങ്ങിന് പോകുന്നവര്, പ്രായമായി റിട്ടയർ ആയവര്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല ഏജ്. അത് തന്നെ മെയിൽ ഫീമെയിൽ എല്ലാ കാറ്റഗറികളിലും 10 ആളുകളെ മീറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പല ഏജ് പല ലെവൽസിൽ ജീവിക്കുന്നവരൊക്കെ ആകുമ്പോൾ അവർക്ക് മറുപടി അവർ പറയുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കോ, എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് വെക്കും. ഈ 10 പേരോടും ചോദിച്ചു കഴിഞ്ഞിട്ട് അവരുടെ നമ്മൾ കളക്ട് ചെയ്ത ഡീറ്റെയിൽസിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതണം. ഒറ്റ പാരഗ്രാഫ് മതി, വലിയ എസ്സേ ഒന്നും വേണ്ട. ഹെൽത്ത് എന്നുള്ള ഒരു ഡെഫിനേഷൻ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ ബേസ് ചെയ്തിട്ട്. ക്ലിയർ ആയോ? നമ്മൾ 10 പേരെ മീറ്റ് ചെയ്യുന്നു, ഒരേ ഏജ് ഉള്ളവരായി കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ ആയിരിക്കും ആൻസർ കിട്ടും. യൂത്തിന്റെ ആൻസർ അവർ ഭയങ്കരമായിട്ട് ലുക്സിലും അതുപോലെ തന്നെ ജിമ്മിൽ പോണവര് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ടീനേജ് അത് തന്നെയായിരിക്കും, ഡാൻസ് സ്റ്റുഡിയോ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങള്. കുറച്ച് റിട്ടയർ ആയ ആൾക്കാർക്ക് പല ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാവുമായിരിക്കും, ഷുഗർ, പ്രഷർ, അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അവർക്ക് വേറൊരു വ്യൂസ് ആയിരിക്കും. വർക്കിംഗ് ലേഡീസ് അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ്, അവർക്ക് രണ്ടുപേർക്കും വേറൊരു വ്യൂ ആയിരിക്കും. അമ്മമാര് പൊതുവെ മറ്റുള്ളവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഇവരെ പറ്റി ചിന്തിക്കാത്ത അങ്ങനെ അമ്മമാരുണ്ടാവുമായിരിക്കും. അങ്ങനെ പല ലെവൽസിലുള്ള ആൾക്കാരുടെ അടുത്തുനിന്നും പല ഏജിലുള്ളവരുടെ അടുത്തുനിന്നും ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഇനി അത് 1ാമത്തെ ക്വസ്റ്റ്യൻ. അത് അവർ പറഞ്ഞു കഴിഞ്ഞ് ഡേറ്റാസ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഹെൽത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണല്ലേ. അങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? 2ാമത്തെ ചോദ്യം ചോദിക്കും. അതിപ്പോ ജിമ്മിൽ പോകുന്ന ഇപ്പൊ യൂത്ത് ഒക്കെ ആണെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഇത്ര സമയം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, എന്റെ ഡയറ്റ് ഇതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ,
ബാക്കിയുള്ളവര് ഇപ്പോ അമ്മമാരാണെങ്കിൽ അവർ പ്രത്യേകിച്ച് അവരുടെ ഒരു ഒഴുക്കൻ മറുപടി ആയിരിക്കാം. അങ്ങനെ പിന്നെ ഇപ്പൊ അസുഖമുള്ളവര്, ക്രോണിക് കണ്ടീഷൻസ് ഉള്ളവര്, അവർക്ക് ആ അസുഖങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങൾ പറയാം. അങ്ങനെ പല പല വ്യൂസും പെർസ്പെക്റ്റീവും അഭിപ്രായങ്ങളും നമുക്ക് കിട്ടും. ചിലപ്പോ നമ്മളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ നമ്മളോട് ചോദിക്കാൻ തന്നെ ചോദിക്കുന്നതൊക്കെ ചോദിക്കും. ചിലർക്ക് ചിലപ്പോ നമ്മളുടെ ഈ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും അവര് ചിന്തിക്കുന്നത്, ഓ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ ഹെൽത്തി ആകാനായിട്ട് ഞാൻ കാര്യമായി എന്റെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കാറില്ലല്ലോ എന്ന് ചിലരാലോചിക്കും. അപ്പൊ അവർക്ക് ശരിക്കും നമ്മളൊരു അവയർനെസ്, ഒരു സപ്പോർട്ടും കൂടിയാണ് ഇൻഡയറക്ട്ലി ആണെങ്കിൽ കൂടി. നാളെ തുടങ്ങി ഞാൻ എന്നാ ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം എന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആളുകൾ ചിലപ്പോൾ മാറാം. അങ്ങനെയും ചാൻസസ് ഉണ്ടാവും. ഇറ്റ്സ് അപ് ടു യു. ഏത് ഗ്രൂപ്പിനോട് വേണമെങ്കിലും ചോദിക്കാം, ഡിഫറെന്റ് ഏജ് ഒക്കെ ആണെങ്കിൽ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഹെൽത്തി ആയിരിക്കാൻ ഉള്ള സ്റ്റെപ്സിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അത് പോയിന്റ് ആയിട്ട് എഴുതാം, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡോട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ അങ്ങനെ എഴുതാം. ക്ലിയർ ആയോ? അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ എഴുതണം. ഒപ്പീനിയൻസ് ഒന്നും നമ്മൾ എഴുതി വെക്കേണ്ട. അവര് പറഞ്ഞത് നമുക്കൊരു റെഫറൻസ് ആണ്. അതിനുശേഷം അതിനെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതും. ഇപ്പൊ യൂത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഫിസിക്കൽ എക്സസൈസ്, നമ്മളുടെ ഒരു ഫിറ്റ്നസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് എഴുതാം വി ഹൗ ടു ഫോക്കസ് ഓൺ അവർ ഫിസിക്കൽ ഫിറ്റ്നസ് എഴുതാം. അല്ലാണ്ട് അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ എഴുതി വെക്കുകയില്ല. അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ കുറെ കാര്യങ്ങൾ, അത് നമുക്ക് എഴുതി വെക്കാം. അവർ പറഞ്ഞത് അങ്ങനെയല്ല എഴുതണ്ടേ, ആ കിട്ടിയ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കാണുമായിരിക്കും, ചിലപ്പോ അസുഖമുള്ളവരെയും കാണുമായിരിക്കും അല്ലെ? അങ്ങനെ പല ക്രോണിക് കണ്ടീഷൻസ് കാരണം അസുഖങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നവരെ കാണുമായിരിക്കും. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ല അസൈൻമെന്റ്, മേക്ക് എ കമ്പാരിസൺ ടേബിൾ ഓഫ് ഹെൽത്തി പീപ്പിൾ ആൻഡ് ഇൽ പീപ്പിൾ. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെയും കമ്പാരിസൺ ടേബിൾ എഴുതുക. കമ്പാരിസൺ ടേബിൾ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് അവരവരുടെ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അവർക്ക് എല്ലാ ആക്ടിവിറ്റീസിലും വളരെ എനർജറ്റിക് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്നു, അവർക്ക് അസുഖങ്ങൾ അവരെ കാര്യമായി ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിൽ കാണും. പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾ, അസുഖങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഹെൽത്തി ഹാബിറ്റ്സ്, ഇപ്പൊ സ്മോക്ക് ചെയ്യുന്ന ഒരാള് അയാൾ അൺഹെൽത്തി ആയിരിക്കും അല്ലെ? ദാറ്റ് സ്മോക്കിംഗ് വിൽ അഫക്ട് ഹിസ് ഹെൽത്ത് അല്ലെ? അപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ല, അവർക്ക് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല, അവർക്ക് പല ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെയുള്ള പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. കിഡ്നി ഇഷ്യൂസ് ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ ഇത്ര വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. വെള്ളം എത്ര വേണമെങ്കിലും കുടിക്കാം ഫോർ ഹെൽത്തി പീപ്പിൾ അല്ലെ? കിഡ്നി പ്രോബ്ലം ഉള്ള ഒരാളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രമായിരിക്കും വെള്ളം ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ചില ഭക്ഷണങ്ങളെ അവർക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഷുഗർ, ഡയബറ്റിക് കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിൽ പല ഫുഡ് ഒത്തിരി കൺട്രോൾ ചെയ്താണ് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അൾസർ ഉള്ള ഒരാള് ദാറ്റ് ഇസ് അൺഹെൽത്തി ആണ് അല്ലെ? അൾസർ പ്രോബ്ലം ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും ഭക്ഷണം, സ്പൈസി ഫുഡ് ഒത്തിരി അവോയ്ഡ് ചെയ്യണം, ഒട്ടും പറ്റില്ല. അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ കുറെ റെസ്ട്രിക്ഷൻസ്, ഫുഡ് റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? 10 പേരെ മീറ്റ് ചെയ്ത് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുക. പിന്നെ ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് അവർ എടുക്കുന്നതെന്ന് ഈ ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. ഈ ഡേറ്റയെ നമ്മളൊന്ന് ശരിക്കും പഠിച്ച് അനലൈസ് ചെയ്തിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഹെൽത്ത് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എഴുതുക. വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത്? ക്വസ്റ്റ്യൻ കൊടുക്കുക, അതിന്റെ താഴെ ഡെഫിനേഷൻ എഴുതുക. നമ്മുടെ അസൈൻമെന്റ് അതാണ് കേട്ടോ. മറ്റേത് ആക്ടിവിറ്റി ആയിരുന്നു, അവരെ കണ്ട് വർത്തമാനം പറഞ്ഞ് ഒരു ഇന്റർവ്യൂ പോലെയാണല്ലോ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റിയാണ്, നമ്മൾ സർവേ നടത്തുവാണ്. അതിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചിട്ട് വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത് എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ എഴുതി. പിന്നെ വാട്ട് സ്റ്റെപ്സ് ആർ ടേക്കിംഗ് ഫോർ ബിക്കമിങ് ഹെൽത്തി, ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് എന്നുള്ള അടുത്ത ക്വസ്റ്റ്യനും എഴുതിയിട്ട് അസൈൻമെന്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യനും ആൻസറും എഴുതുന്നതാണ് അസൈൻമെന്റ്.
ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ മാം? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽപ്പ്? ഹെൽത്തിനെ പറ്റി മാത്രം എഴുതിയാൽ മതിയല്ലോ. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആക്ടിവിറ്റി ബുക്ക് എഴുതണോ? നിങ്ങൾ അസൈൻമെന്റ് എന്തിനാ എഴുതാറ്? അസൈൻമെന്റ് ബുക്കിൽ അസൈൻമെന്റ് മാത്രം. അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാൽ മതി. മറ്റേ കളക്ട് ചെയ്യുന്ന ഡേറ്റ എഴുതി വെക്കാൻ എന്തെങ്കിലും റഫ് ബുക്കോ ആക്ടിവിറ്റിയോ എന്തോ എന്താ ലെൻസായാലും എഴുതിയാൽ മതി. അത് നമ്മൾ റഫായിട്ട് എഴുതി വെക്കുമല്ലേ. ശരി. അതിപ്പോ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ചാൽ അത് നോക്കി മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത്? സെക്കൻഡ് വൺ, the steps needed for healthy lifestyle. അവരോട് ചോദിക്കുകയാണ് ഹെൽത്തി ആയിരിക്കാൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? സ്റ്റെപ്സ് നീഡഡ് ഫോർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. പിന്നെ അടുത്ത പറഞ്ഞൊരു അസൈൻമെന്റ് ആണ് ഹെൽത്തി പീപ്പിളും ഇൽ പീപ്പിളും, അതായത് അൺഹെൽത്തി പീപ്പിളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ. നിങ്ങൾക്ക് കമ്പാരിസൺ ടേബിൾ പോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഹെൽത്തി പീപ്പിളിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക, അതിന് താഴെ അൺഹെൽത്തി പീപ്പിളിനെ പറ്റി അടുത്ത പാരഗ്രാഫ് എഴുതുക. അങ്ങനെ എഴുതിയാലും മതി. ടേബിളായിട്ട് എഴുതാൻ പറ്റുന്നവർ ടേബിളായിട്ട് എഴുതുക. ചിലർ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാം ഇത് രണ്ടും രണ്ട് അസൈൻമെന്റ് ആണോ? ആദ്യത്തെ രണ്ടെണ്ണം ഒരു അസൈൻമെന്റ്, അത് കഴിഞ്ഞുള്ളത് ഒരു അസൈൻമെന്റ്, അങ്ങനെ രണ്ട് അസൈൻമെന്റ് ആണ്. അടുത്ത അസൈൻമെന്റ്. അപ്പൊ നമ്മുടെ ആ ഒരു 2 ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ തന്നിരുന്നു. 1 ഉം 2 ഉം തരാനുണ്ട് അല്ലെ? പാർട്ട് 1 നിങ്ങളുടെ ബാക്കി ടോപ്പിക്സ് എവിടം വരെ ആയിരുന്നു പറയാമോ? 3rd യൂണിറ്റ് ആരെങ്കിലും എടുത്തോ? ഫുഡ് ന്യൂട്രീഷൻ. പിന്നെ യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് കഴിഞ്ഞു. അപർണ മാം എടുത്തു. കഴിഞ്ഞു. ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞു. 5th യൂണിറ്റ് അപർണ മാം എടുത്തു. 6th യൂണിറ്റ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. 7th അപർണ മാം എടുത്തു. 8th റോസ് മാമും എടുത്തു. ഓക്കെ, അപ്പൊ 6th യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ദിവസം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതിന്റെ ഹൈജീനെ പറ്റി പറയുമായിരുന്നു അല്ലെ? ഇനി അടുത്ത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതാണ് യൂണിറ്റ് 6 ആണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് തുടങ്ങി വെക്കാം. ഷെയർ ചെയ്യാട്ടോ. നമ്മൾ പറഞ്ഞു നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടണമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ വഴിയായിരുന്നു ഹൈജീൻ, ശുചിത്വം. അത് വ്യക്തി ശുചിത്വം ഉണ്ടായിരുന്നു, നമ്മുടെ വീടുകളിലെ ഡൊമസ്റ്റിക് ഹൈജീൻ ഉണ്ടായിരുന്നു, നമ്മളുടെ കമ്മ്യൂണിറ്റി ഹൈജീൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, സോ നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 6 എന്നല്ലേ? മെന്റൽ ഹെൽത്തിലേക്കുള്ള മാർഗം ആണ് മെന്റൽ ഹൈജീൻ. ഇവിടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും. മനസ്സിന്റെ ആരോഗ്യത്തിനുള്ള ന്യൂട്രിയൻസ് എന്താ? എന്തോ സന്തോഷമായിട്ടിരിക്കാൻ, കുറെ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. Okay, so unit 6, mental health and hygiene. Unit 6, mental health and hygiene. Okay. ആ ചാപ്റ്ററില്
നമുക്ക് ആ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ താഴെ ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈറ്റിൽ അവിടെ തൽക്കാലം ആവശ്യമില്ല. കാരണം നമ്മളിവിടെ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ അതിനെ കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. അല്ലാണ്ട് ഹൈജീനെ കുറിച്ച് മാത്രമുള്ള കൺസെപ്റ്റ് അല്ല അവിടെ പറയുന്നത് കേട്ടോ. ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാം മാം. Mental health and hygiene. Mental health is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health, as well as for the prevention and treatment of mental health, ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with the human welfare and pervades all fields of human relationship. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റില് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. അതിനെ കറക്റ്റ് ചെയ്യുക. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ്. അത് ആ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഡീല് ചെയ്യുന്നതാണ് മെന്റൽ ഹൈജീൻ. അപ്പൊ മെന്റൽ ഹൈജീൻ അല്ലേ അവിടെ വരണ്ടേ? അല്ലാണ്ട് മെന്റൽ ഹെൽത്ത് തന്നെയല്ലോ വരേണ്ടത്. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനെ ഇല്ലാതാക്കുക, അതാണ് മെന്റൽ ഹൈജീൻ ചെയ്യുന്നത്. പല ഡൗട്ട്സും ചോദിക്കാറുണ്ട്, എന്താ ഈ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്? മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈയിടയ്ക്ക് അത് ഭയങ്കരമായിട്ട് കേൾക്കും. മാനസിക ആരോഗ്യ സാക്ഷരതയാണ് ആളുകളിൽ വേണ്ടത്. മെന്റൽ ഹെൽത്ത് ലിറ്ററസി അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നോക്കണം. കാരണം നമ്മൾ കാണുന്നുണ്ട് പല ആളുകളിലും ബിഹേവിയർ ഇഷ്യൂസ്, പല ഏജിൽ വരുന്ന ആളുകളിൽ ബിഹേവിയർ ഇഷ്യൂസ്. കുട്ടികൾക്ക് പലപ്പോഴും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വലിയ ആൾക്കാരും പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നു, വയലന്റ് ആകുന്നു, പല ക്രൈമുകൾ ചെയ്യുന്നു. അതൊക്കെ അല്ലെ, മകൻ അച്ഛന്റെ തലയ്ക്ക് അടിച്ചു കൊള്ളുന്നു, സ്റ്റാബ് ചെയ്യുന്നു, കത്തി കൊണ്ട് കുത്തിക്കൊള്ളുന്നു, എന്നിട്ട് ഒരു ഭാവവ്യത്യാസം ഇല്ല. മീൻസ് അത് ആളുടെ മെന്റൽ ഹൈജീന്റെ കുറവ് തന്നെയാണ്. മെന്റൽ ഹൈജീൻ വളരെ ലോ ആവുമ്പോഴാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത്. പിന്നെ വളരെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി തനിക്ക് കിട്ടില്ല എന്ന് വരുമ്പോഴേക്കും ആസിഡ് അറ്റാക്കും, കത്തിക്കുത്തും, പെട്രോൾ ഒഴിച്ച് കത്തിക്കലും, അല്ലെ? നമ്മൾ സ്നേഹിച്ച ഒരാളെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ നോക്കില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൂടിയും സ്നേഹിച്ച വ്യക്തിയെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കും. അപ്പൊ അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അതും ഒരു ക്രൈമിലേക്ക് പോകാൻ കാരണം അവരുടെ മെന്റൽ ഹൈജീൻ അത്രയും ലോ ആയതുകൊണ്ടാണ്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയാം, പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ എന്നാലും മെന്റൽ ഹൈജീൻ എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ മുന്നിൽ വന്നൊരു കേസാണ്. 23-24 ഉള്ള ഒരു പയ്യൻ കരഞ്ഞുകൊണ്ട കാര്യം പറയുന്ന കേട്ടോ. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനത്ര സാമ്പത്തികമായ ചുറ്റുപാടുള്ള വീട്ടിലെ അല്ല, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീട്ടിലെയാണ്. ഇവനൊരു ജോലിയുണ്ട്. ജോലിയുടെ ഒപ്പം തന്നെ അവൻ എന്തോ പഠിക്കുന്നുണ്ട്. മീൻസ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ ഒരു ജോലി സാധ്യതയ്ക്കുള്ള കോഴ്സോ അങ്ങനെ എന്തോ ചെയ്യുവാണ്. അപ്പൊ ഇത് അവന്റെ വീട്ടിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്താണ്. അപ്പൊ അവന് പോയി വരാൻ പറ്റില്ല, സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പേയ്മെന്റ് കൊടുക്കാൻ, റെന്റ് കൊടുക്കാനുള്ളതൊന്നും അവന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവന്റെ അമ്മയുടെ ചേച്ചി, ദാറ്റ് മീൻസ് ഇവന്റെ വല്യമ്മ, ആ ടൗണിൽ താമസിക്കുന്നുണ്ട്. അപ്പം വീട്ടുകാരൊക്കെ പറഞ്ഞു, വല്യമ്മ അവിടെ ഉണ്ടല്ലോ, നീ അവിടെ പോയി താമസിച്ചൂടെ എന്ന് ചോദിച്ചു. വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് 10 years ബാക്ക് എന്തോ അവരുടെ ഹസ്ബൻഡ് മരിച്ചു. അങ്ങനെ അവര് വിടുവാണ്. അവർ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ 2 ആൺമക്കളുള്ളവർ 2 പേരും സെറ്റിലായി. അവര്
ഗൾഫ് കൺട്രീസിലുമാണ്. അങ്ങനെ അവർക്കും ഒരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാര് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോ ഇവന് വല്യമ്മയാണെങ്കിൽ കൂടിയും ഇവന്റെ മനസ്സിൽ ശരിയല്ലാത്ത രീതിയിലുള്ള തോട്ട്സ് ടുവേർഡ്സ് ദാറ്റ് ലേഡി, ആ സ്ത്രീയോട് തോന്നുക. അങ്ങനെ ഈ വല്യമ്മയും ഇവനെ അപ്രോച്ച് ചെയ്യുന്നതിന് ഇതുപോലെ തന്നെ റോങ് വേയിലും ആകും. അങ്ങനെ വല്യമ്മയുടെ സൈഡിൽ ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് വന്നപ്പോഴേക്കും അവന്റെ ഇമോഷൻസ് ട്രിഗറായി. അപ്പൊ അവന് അങ്ങനെയുള്ള ഒരു ഫീല് വരുമ്പോ അവന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ വല്യമ്മയുടെ ഇമേജ്. അതാണ് അവന് ഗിൽറ്റി ഫീൽ ആവുകയാണ്. ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമോ, ഇതാണ് എന്നോട് ചോദിച്ചത്. ശിശു അതെന്താ അങ്ങനെ ചിന്തിക്കുന്നേ? അല്ല, എനിക്ക് ആ തോട്ട്സ് വരുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഈ വല്യമ്മയുടെ മുഖം വരുന്നേന്ന് പറയും. ഞാൻ പറഞ്ഞു, വല്യമ്മയ്ക്ക് എത്ര വയസ്സായിന്ന് ചോദിച്ചപ്പോ 55 അങ്ങനെ എന്തോ ആയിട്ടു. അവരെന്തിനാ ഒറ്റയ്ക്ക് ജീവിക്കണേ? അവരുടെ ഒരു കല്യാണം നടത്തിക്കൂടെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റയ്ക്ക് ജീവിക്കുക, മക്കൾ എവിടെ ഇല്ല. ആ മക്കളോട് സംസാരിച്ച് വല്യമ്മയ്ക്ക് ഒരു കല്യാണം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അയ്യേ, ഈ പ്രായത്തിലോ? ഇങ്ങനെയാ പയ്യൻ എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അവർക്കൊരു പാർട്ട്ണർ, ഒരു കൂട്ട് വേണം. അത് ശരിയായ രീതിയിൽ സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവനത് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെ അവൻ ഇവരുടെ മക്കളെ നമ്മൾ എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് താമസം മാറാൻ പറഞ്ഞു. നിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ റൂം ഷെയർ ചെയ്യും. അല്ലെങ്കിൽ കാശില്ല, ലാഭിക്കാന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെയും പല പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അതിന് വേണ്ടി തന്നെ എന്റെ മനസ്സിലും ആ തോട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ വല്യമ്മയുടെ മക്കളെ കോണ്ടാക്ട് ചെയ്ത് ഇത് അപ്രിയ സത്യമാണ്, വീട്ടിലുള്ളവരോടും ബന്ധുക്കളോടും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. അങ്ങനെ അവരോട് സംസാരിച്ചു, അവന്റെ വീട്ടിലുള്ളവരെ കൺവിൻസ് ചെയ്തു. അക്കാര്യത്തിൽ അവൻ വിജയിച്ചു എന്ന് തന്നെ പറയാം, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ അവർക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് ഇവര് വീട്ടുകാരെല്ലാവരും മക്കളും കൂടെ ചേർന്ന് അത് നടത്തിക്കൊടുത്തു. അത് കാരണം വലിയൊരു അപകടത്തിലേക്ക് പോകാനിരുന്നത് എന്താ പറയാ, അത് ഒഴിവായി കിട്ടി. ഇവന്റെ മനസ്സ്, അവന്റെ മെന്റൽ ഹൈജീൻ ലോ ആയപ്പോഴാണ് ഇവന്റെ വല്യമ്മയോട് ഈ തോട്ട്സ് വന്നത്. പക്ഷെ അവന് ഈ 24 years ആ ഒരു ടൈമാണെങ്കിൽ ആ ഇമോഷൻസിനെ അവന് കൺട്രോൾ ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അവന് തോന്നിയത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടത്തിയത്. അതുകൊണ്ടാണ് അവിടെ ഒരു റിസൾട്ട് വന്നത്. സെയിം ഒരു കേസ് വന്നത്, മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ആയ ഒരാള്, അയാളുടെ വൈഫ് മരിച്ചുപോയി, മകൻ മാത്രമേ ഉള്ളൂ. മകൻ കല്യാണം കഴിച്ചു. അപ്പം മകൻ ദൂരെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, വൺസ് ഇൻ എ വീക്കോ അങ്ങനെ എങ്ങാണ്ട് വീട്ടിൽ വരുള്ളൂ. ഇവിടെ ഇദ്ദേഹവും ഡോക്ടർ ഇൻ ലോയും മാത്രമേ ഉള്ളൂ. എങ്ങനെയോ ഡോക്ടർ ഇൻ ലോയോട് ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു തോട്ട്സ് ഇയാളുടെ ട്രിഗറായി. പക്ഷെ ഇയാൾ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു പട്ടാളത്തിൽ ചിട്ടയിലൊക്കെ ജയിച്ച ആളാണല്ലോ. ആ തോട്ട്സ് വന്നപ്പം അയാൾ സ്വയം അതിന് കൺട്രോൾ ഇടുക. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല, മകന്റെ വൈഫാണ്, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ച് അയാൾ പെട്ടെന്ന് തന്നെ ഇന്റർവെൻഷൻ എടുത്തു. അപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു, നിങ്ങൾ എന്തുകൂടെ ഒരു മാരേജിന് ശ്രമിച്ചുകൂടാ, അടുത്തൊരു സെക്കൻഡ് മാരേജ് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ചോദിച്ചു. അപ്പോഴയാളാ, ശരിയാണല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല. അങ്ങനെ ഒരു സെക്കൻഡ് മാരേജ് അയാൾ ചെയ്യുന്നു. ഈ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി. പക്ഷെ അയാൾ വേറൊന്നും കൂടെ ചെയ്തു. മകനെ കൊണ്ട് അയാളുടെ ജോലി സ്ഥലത്ത് തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോകാൻ രീതിയിൽ എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിൽ മകനെ കൊണ്ട് അത് ചെയ്യിച്ചു. അവരവരുടെ ലൈഫിൽ നല്ല രീതിയിൽ പോയി. ഇയാൾക്കൊരു പാർട്ട്ണറേയും കിട്ടി. അപ്പം ആ മനുഷ്യനറിയാം എന്റെ മെന്റൽ ഹൈജീൻ താന്നു പോവുക, എനിക്കതിനെ നേരെയാക്കി എടുക്കണം എന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാണ് അയാള് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അയാളുടെ ഒരു സപ്പോർട്ട് തേടിയത്. ആ യങ് ആയിട്ടുള്ള പയ്യൻ, ഈ മെച്യൂർഡ് ആയിട്ടുള്ള ഈ മനുഷ്യനും, അവർ രണ്ടുപേരുടെ മെന്റൽ ഹൈജീൻ ലോ ആയിരുന്നു. പക്ഷെ അവരത് മേക്കപ്പ് ചെയ്തെടുത്തു, അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി. അല്ലെങ്കിൽ ലൈഫ് തന്നെ എത്ര പേരുടെ ലൈഫ് നഷ്ടപ്പെട്ട് നശിച്ചു പോയത് അല്ലേ? അപ്പൊ അതാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് അത് എത്രത്തോളം നന്നാക്കണം, നമ്മുടെ മെന്റൽ ഹൈജീൻ അത് നല്ല രീതിയിൽ പോകും. നമുക്ക് മെന്റൽ ഇൽനെസ് വരാം അല്ലേ, അസുഖങ്ങൾ വരാം മനസ്സിന്. അപ്പൊ ചിലത് നമുക്ക് ചില ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർവെൻഷനിൽ നമുക്ക് പെട്ടെന്ന് മാറും. ചിലത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് തന്നെ വരും.
നമ്മുടെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞോണ്ടിരിക്കില്ലല്ലോ. പനിയോ ഇച്ചിരി സിവിയർ ആയിട്ട് കഫൊക്കെ വരുമ്പോൾ അയ്യോ എനിക്ക് പനി വന്നു, ചുമ വന്നു, മാറുന്നില്ല, നമ്മുടെ കറിയില്ല. നമ്മളപ്പോ ഒരു ഇന്റർവെൻഷന് പോകുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു, കറക്റ്റ് അതിനൊരു റെമഡി, അതിനൊരു എന്താണോ അതിന്റെ ഹീൽ ചെയ്യാൻ വേണ്ടുന്നത് നമ്മൾ ആ മരുന്ന് വാങ്ങുന്നു, കഴിക്കുന്നു. കറക്റ്റ് അത് സമയത്ത് കഴിച്ച് നമ്മൾക്ക് ആ 4 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ 3 ദിവസം കൊണ്ട് അത് നമുക്ക് മാറിക്കിട്ടും. ആ ഡോക്ടർ പറഞ്ഞ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെയാണ് നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞോണ്ടിരിക്കില്ലാണ്ട് അതിന് എന്താണോ ഇന്റർവെൻഷൻ ചെയ്യേണ്ടത് ആ ഇന്റർവെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആകണം. അപ്പോ ഇപ്പൊ മാനസികാരോഗ്യ തലങ്ങളിലും വളരെയധികം സപ്പോർട്ട് വരുന്നുണ്ടല്ലേ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കേസിൽ 24 വയസ്സുള്ള ഒരു പയ്യനും 50+ ആയ ഒരു റിട്ടയർഡ് മിലിറ്ററിക്കാരൻ, അവർക്കൊരു പ്രശ്നം വന്നു, ഇത് എന്നെ ബാധിക്കും, എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെയും ബാധിക്കുന്നു എന്നപ്പോൾ അവര് റെഡിയായി അത് ശരിയാക്കാനായിട്ട്. കൊച്ചു കുഞ്ഞിനാ സംഭവിക്കുന്നെങ്കിലോ ഒരു കൊച്ചു കുട്ടിക്ക് അതിനെ ഡൗൺ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, അതിന്റെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ അത് കടന്നു പോവാം. മേ ബി ഏതെങ്കിലും രീതിയിലുള്ള അബ്യൂസ്, ഇന്ന് കാണാൻ പാടില്ല കുട്ടി കണ്ടു പേടിച്ചിട്ടുണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളത്. ഈ കുട്ടി ചെറിയ പ്രായം, ഈ കുട്ടിയെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന കുട്ടികളാണല്ലേ. 5 വയസ്സ് 6 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികളായിരിക്കും വരുന്നത്. നമ്മുടെ വീട്ടിൽ കാണും, നമ്മുടെ ചുറ്റുപാടുണ്ടാവും. ഈ കുട്ടികളൊക്കെ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഇവർക്ക് ചിലപ്പോൾ പറയാൻ അറിയണ്ടാവില്ല. പക്ഷെ ഇവരുടെ എക്സ്പ്രഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോൺ വെർബൽ ക്യൂസ് നമ്മൾ പറയും, വെർബൽ ക്യൂസ് നമ്മൾ പറഞ്ഞ് അറിയിക്കുന്നത്. നോൺ വെർബൽ ക്യൂസ് പറയാതെ തന്നെ നമ്മുടെ മുഖത്തിൽ നിന്ന്, മുഖം മനസ്സിന്റെ കണ്ണാടിയിൽ നിന്നല്ലേ വായിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലേ. അപ്പൊ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. അവര് നേരത്തെ നോർമൽ ബിഹേവ് ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയി ഏതെങ്കിലും രീതിയിൽ അവരുടെ ബിഹേവിയറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എല്ലാം ശ്രദ്ധിക്കണം. എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അവര് നമ്മളോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കുട്ടി 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മുഴുവനും അവർക്ക് ഓർമ്മയിലുണ്ടാവും, മറക്കില്ല. അപ്പൊ അത് മറന്നു പോകാനുള്ളതൊന്നും ചെയ്യാനുള്ള മാജിക്കൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കുട്ടിയെ ഹീൽ ചെയ്ത് സ്ട്രോങ് ആക്കി ജീവിക്കാനായിട്ട്, കാരണം ത്രൂ ഔട്ട് ലൈഫ് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. പക്ഷെ കുട്ടിയെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾക്ക് തന്നെ ഇന്റർവെൻഷൻ എടുക്കാൻ പോകാൻ പറ്റും, പക്ഷെ കുട്ടിക്ക് തന്നെ പറ്റില്ല. അപ്പൊ നമ്മൾ വേണം അവിടെ കുട്ടിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ചിലപ്പോ ഈ കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന് നമ്മളുടെ മെന്റലി നമ്മള് ബോൾഡ് ആയിരിക്കണം അല്ലെ, നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടെ ഞാൻ എടുക്കും. അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങളുടെ സിലബസിലോ നിങ്ങളുടെ PDF-ലോ ഇല്ല. പക്ഷെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഓറിയന്റഡ് സ്റ്റഡി അല്ല, നമ്മൾ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇതിൽ നിന്നൊക്കെ വൈഡ് ആയിട്ട് ചിന്തിച്ച് എക്സ്പ്ലോർ ചെയ്താൽ നമ്മൾ പഠിക്കുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ നിങ്ങൾ പഠിച്ചു പൊള്ളിയാൽ മരുന്ന് വരട്ടുന്നതും, മുങ്ങിപ്പോയാൽ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ എന്താ ചെയ്യേണ്ടതെന്നും, സ്നേക്ക് ബൈറ്റിന് എന്താ ചെയ്യേണ്ടതെന്നും, ഡോഗ് ബൈറ്റിന് എന്താ ചെയ്യേണ്ടതെന്നും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഇൻസെക്ട് ബൈറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹീൽ ചെയ്യണം അത് നമ്മൾ അറിയണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഈവൻ നമ്മൾക്കൊരു സെൽഫ് ഹീലിംഗ് വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തെടുക്കും. അപ്പൊ അതിനൊരു PDF ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ കഴിയുന്നതിന്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് TFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പഠിക്കും. എല്ലാവരും കൈമുറിഞ്ഞു കഴിയുമ്പോൾ മരുന്ന് വെച്ച് തുടങ്ങി സ്കാർ അതിന്റെ സൗന്ദര്യത്തെ ബാധിക്കുന്നു പറഞ്ഞിട്ട് നല്ല ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങി ആ സ്കാറിൽ പെരട്ടി പാട് വരെ മാറ്റി. പക്ഷെ മനസ്സിനൊരു മുറിവ് പറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ. നമുക്കത് ഒരുമിച്ച് നേരിടാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. Good afternoon, ma'am. Today in our class, we have learned many useful knowledges and subject-related ideas from our ma'am. Ma'am today covered from the second chapter, Health and Hygiene, the topic Personal Hygiene, and also gave an introduction to the sixth chapter, Mental Health and Hygiene. We all enjoyed the class. Saying goodbye is a hard thing. Nevertheless, with the happiness of meeting again in our tomorrow's class,
I extend my sincere thanks to ma'am and my friends. I wish you all a great rest of the day. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.